സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെഡോളജി ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ്. കോത്താരി കമ്മീഷനാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെട്ടത്. കോത്താരി കമ്മീഷൻ. കടൽ ജലത്തിന്റെ സാന്ദ്രത ഏകദേശം എത്രയാണ്? കടൽ ജലത്തിന്റെ സാന്ദ്രത 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ ആണ് കടൽ ജലത്തിന്റെ സാന്ദ്രത. 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ ആണ് കടൽ ജലത്തിന്റെ സാന്ദ്രത. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ആംഫോടെറിക് എന്നാണ്. ആംഫോടെറിക് എന്നാൽ എന്താണ്? ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആംഫോടെറിക് എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയിലെ പാളികളിൽ മധ്യത്തിലേതാണ്? ഭൂമിയിലെ പാളികളിൽ മധ്യത്തിലെ പാളി ഏതാണ്? മാന്റിലാണ്. മാന്റിൽ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ്. ടെക്നീഷ്യൻ. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യൻ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മഹാത്മാഗാന്ധി. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാലോ? മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയാണ് ക്യൂണികൾച്ചർ എന്നത്. ക്യൂണികൾച്ചർ എന്നത് ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയാണ്. ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് എന്നാണ്? ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് 1952 മെയ് 13 1952 മെയ് 13 ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. അടുത്ത ചോദ്യം, കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ്? കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ്? രോമമാണ്. രോമത്തിന്റെ രൂപാന്തരമാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പുനെയാണ്. പുനെ. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പുനെ. പൈറോലുസൈറ്റ് ഏതിന്റെ അയിരാണ്? പൈറോലുസൈറ്റ് ഏതിന്റെ അയിരാണ്? പൈറോലുസൈറ്റ് മാംഗനീസിന്റെ അയിരാണ്. മാംഗനീസിന്റെ അയിരാണ് പൈറോലുസൈറ്റ്. പൈറോലുസൈറ്റ് എന്നത് മാംഗനീസിന്റെ അയിരാണ്. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനം ഏതാണ്? ഒരു വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനം ഏതാണ്? ദോലനമാണ്. ദോലന ചലനത്തിന് നിങ്ങൾക്കറിയുന്ന ഉദാഹരണങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം,
ലാഹ ഗോപാലന്റെയും സലീന പ്രഖാനത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരം ആരുടെയെല്ലാം നേതൃത്വത്തിലാണ്? ലാഹ ഗോപാലൻ, സലീന പ്രഖാനത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരമാണ് ചേങ്ങറ ഭൂസമരം. ചേങ്ങറ ഭൂസമരം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്? ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. 1926 ഏത് മാസികയിലാണ് EMSന്റെ ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചത്? 1926 ഏത് മാസികയിലാണ് EMSന്റെ ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചത്? പാശുപതം. പാശുപതം എന്ന മാസികയിലാണ്. പാശുപതം എന്ന മാസികയിലാണ് EMSന്റെ ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഇന്ദിരാഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഏത് വധമാണ്? ആരുടെ വധമാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ. നാനാവതി കമ്മീഷൻ. സിഖ് കൂട്ടക്കൊല ഇന്ദിരാഗാന്ധി വധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയെയാണ്? ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയെയാണ്. ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയെയാണ് ജലദോഷം ബാധിക്കുന്നത്. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? ശ്രീരംഗപട്ടണം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം സ്ഥിതി ചെയ്യുന്നത്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഫുൾമിനോളജി എന്നത്. ഫുൾമിനോളജി എന്നത് മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനമാണ് ഫുൾമിനോളജി. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് രാത്രിമഴ. രാത്രിമഴ എന്നത് ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടെ കൃതിയാണ്. പ്രത്യേകത എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് രാത്രിമഴ. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ്. ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 31. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ആരുടെ രചനയാണ് പ്രിസൺ ഡയറി? പ്രിസൺ ഡയറി ആരുടെ രചനയാണ്? ജയപ്രകാശ് നാരായണന്റെ രചനയാണ് പ്രിസൺ ഡയറി എന്നത്. ജയപ്രകാശ് നാരായണന്റെ രചനയാണ് പ്രിസൺ ഡയറി എന്നത്. തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ക്രമരഹിത ചലനത്തിന് ഉദാഹരണമാണ്. ക്രമരഹിത ചലനം. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986 ഓഗസ്റ്റ് ആണ്. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 ഓഗസ്റ്റിലാണ് സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹാരോൾഡ് വിൽസൺ. ഹാരോൾഡ് വിൽസൺ. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഹാരോൾഡ് വിൽസൺ ആണ്. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ജെന്റിൽമാൻസ് ഗെയിം.
ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ക്രിക്കറ്റാണ് ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിക്കപ്പെടുന്ന നഗരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വാമനപുരം നദിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. വാമനപുരം നദി. നിയോറ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? നിയോറ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. നിയോറ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ ആണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോ തുരുത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ്? പുസ്തകത്തിന്റെ പേര് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ആരെഴുതിയ പുസ്തകമാണ്? വി ആർ കൃഷ്ണയ്യർ എഴുതിയ പുസ്തകമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നത്. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ്. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വീരേശലിംഗം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് കാർബൺ ഡേറ്റിംഗ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതോ റോഡ് കോശങ്ങൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. ബ്രൗൺ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രൗൺ വിപ്ലവം ലെതർ. വസൂരിക്ക് കാരണമായ രോഗകാരി ഏത്? വസൂരിക്ക് കാരണമായ രോഗകാരിയാണ് വേരിയോള വൈറസ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്തത്. ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ? അരവിന്ദ ഘോഷ്. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ഏതാണ്? ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ശുക്രനാണ് ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. അടുത്ത ചോദ്യം, നീലഗിരിയിൽ വസിക്കുന്ന ഗോത്രവിഭാഗം തോഡർ. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതം ഏൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം എന്നത് ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതം ഏൽപ്പിക്കുവാനുള്ള കഴിവാണ്. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ജോഗ്രഫി ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഗ്രീക്ക്. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം. ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം. ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്
സിയാൽ. സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്ക, അലൂമിന എന്നിവയാണ്. സിയാൽ, സിലിക്ക, അലൂമിന. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സമുദ്ര ഭൂവൽക്കം സിമയാണ്. സിമ. എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? സിലിക്കയും മഗ്നീഷ്യവുമാണ് അടങ്ങിയിരിക്കുന്നത്. സമുദ്ര ഭൂവൽക്കത്തിലെ പ്രധാന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവുമാണ്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളി. ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് മാന്റിലാണ്. ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ്? മാന്റിൽ. ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കർ. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം. മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത്. മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം. മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം. പ്രാചീന മെസോപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത്. പ്രാചീന മെസോപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. സിഗുറാത്തുകൾ. ഭൂമിയുടെ അകക്കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഭൂമിയുടെ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ. ഭൂമിയുടെ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ. ഭൂവൽക്കത്തെയും മാന്റിലിനും ഉപരിഭാഗത്തെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും. ശിലാമണ്ഡലത്തിന് താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ. ജസ്റ്റിസ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് സുജാത മനോഹർ. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973 1973. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ് ആണ്. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് പാർവതി നെന്മിനി മംഗലമാണ്. പാർവതി നെന്മിനി മംഗലം. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? നിലവിൽ കടുവയാണ്. കടുവ ആകുന്നതിന് മുമ്പ് സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. പേശികൾക്ക് മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിൻ. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ആര്? അവസാനത്തെ അത്താഴം ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയാണ് അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം. പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. അപവർത്തനം.
മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ഗ്രാമഫോൺ കണ്ടെത്തിയത്? എഡിസൺ ആണ്. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? സ്വരാജ് ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജി. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈ ബ്രേക്കർ ഫുട്ബോൾ ആണ്. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മാ മുദ്ര? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്തത് റെക് മാർക്ക്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. അവസാനത്തെ ചോദ്യം, പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 18 ആണ്. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.